നമസ്കാരം, ഞാൻ പ്രതീഷ്. PSM ഓട്ടോമൊബൈൽസിൽ വോൾവോ ഐഷറിൻ്റെ HD ഹാൻഡിൽ ചെയ്യുന്നു. ഇവിടെ ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഐഷറിൻ്റെ ഒരു 16 വീൽ ട്രക്കാണ്. 6048 ശേഷം കൂടുതൽ അപ്ഡേഷനോട് വന്ന 6048 XP ട്രക്ക്. മുൻപ് വന്നിരുന്ന 260 HP നിന്ന് മാറി വൈറ്റ് ക്യാബിനോട് വന്ന ഈ ട്രക്കിൽ വോൾവോ ഐഷറിൻ്റെ 300 HP എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2200 RPM ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് 300 HP ആണ്. ഇൻഡസ്ട്രിയിൽ തന്നെ മാക്സിമം പവറും മാക്സിമം കുടി കപ്പാസിറ്റി ഉള്ള ഒരു എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വോൾവോ ഐഷർ എൽട്ടൺ ലൈഫ് ഏകദേശം 6 ലക്ഷം കിലോമീറ്റർ പറയുന്ന ഈ എഞ്ചിൻ്റെ ഓയിൽ ചേഞ്ച് 1 lakh കിലോമീറ്ററാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗിയർ ബോക്സ് ഐഷറിൻ്റെ ET140S 9+1 ആണ്. ഇതിൻ്റെ ഇൻപുട്ട് ടോർക്ക് 140 Nm ആണ്. 9+1 ആണ് ഗിയർ. ക്ലച്ച് ബൂസ്റ്ററോട് കൂടിയ ഫുൾ ടൈപ്പ് ക്ലച്ചാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 430 mm ആണ് ഇതിൻ്റെ ക്ലച്ചിൻ്റെ സൈസ്. ഇതിലെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ലൂപ്പ് ഫോർ ലൈഫ്, ഇടയ്ക്കിടെ ഗ്രീസ് ചെയ്യേണ്ടയോ ഒന്നും കാര്യമില്ലാത്തൊരു പ്രൊപ്പല്ലർ ഷാഫ്റ്റാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചേസിസ് ഡോമെക്സ് ചേസിസ് ആണ്. ഇൻഡസ്ട്രിയിൽ ഇന്ന് ഉപയോഗിക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ചേസാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഏകദേശം 300 mm ആണ് ഇതിൻ്റെ സിയുടെ ഏകദേശം സൈസ് വരുന്നത്. അതും നമുക്ക് ഓവർലോഡ് ചെയ്യുമ്പോഴും ഒക്കെ വാഹനത്തിന് കൂടുതൽ ബലം നൽകാൻ ആ ചേസിസ് നമുക്ക് ഉപയോഗിക്കും. ഈ ട്രക്ക് വരുന്നത് 6800 വീൽ ബേസിലാണ്. ഈ 6800 വീൽ ബേസ് തന്നെ നമുക്ക് 29 ഫീറ്റും 31 ഫീറ്റിലും ചേസ് ലെങ്ത്തിൽ കിട്ടും. നമുക്ക് കുറച്ചുകൂടി ഒരു വോളിയം ബേസ്ഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് 31 ഫീറ്റിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ലോഡ് ചെയ്യാം. പെട്രോളിയം ടാങ്കറുകൾക്കൊക്കെ 31 ഫീറ്റിൽ സുഖമായിട്ട് ലോഡ് കയറി ചെയ്യാൻ പറ്റുന്ന ഒരു ലെങ്ത്തിലാണ് ഈ വണ്ടി വരുന്നത്. ഈ 16 വീലർ ട്രക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ടയർ 295 90R20 റേഡിയലാണ്. ഇതിന് നമുക്കൊരു പ്രത്യേകത, ഇതിൽ ട്യൂബ് ടയറും ട്യൂബ്ലെസ് ടയറും നമുക്ക് അവൈലബിൾ ആണ്. കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ട്യൂബ് ടയറും ട്യൂബ്ലെസ് ടയറും ഇതിൽ കൊടുക്കാൻ പറ്റും. 470 mm ക്രൗണോട് കൂടിയ ഒരു ഡിഫറൻഷ്യലാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഏകദേശം 4.3 ആണ് ഇതിൻ്റെ FDR റേഷ്യോ. അതുകൊണ്ട് തന്നെ ഇത് മാക്സിമം വീലെ ടോർക്കും മാക്സിമം പുള്ളിങ്ങും അതോടൊപ്പം തന്നെ മൈലേജും കസ്റ്റമർ കിട്ടാൻ ഇത് ഉപകരിക്കും. നമുക്ക് ഡിഫറൻഷ്യൽ ഓയിൽ ചേഞ്ച് വരുന്നത് 1.5 ലക്ഷം കിലോമീറ്ററിലാണ്. അപ്പ് ഗ്രീസിങ് വരുന്നത് 2 ലക്ഷം കിലോമീറ്റർ ഇൻ്റർവെല്ലുമാണ്. കസ്റ്റമർക്ക് മെയിൻ്റനൻസ് കുറയ്ക്കാൻ ഇത്രയും ഒരു ലോങ് ഇൻ്റർവെൽ സഹായിക്കും. റിയർ സസ്പെൻഷൻ സ്ലിപ്പറാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഇത് മെയിൻ്റനൻസ് കുറവാണ്. ഇൻഡസ്ട്രിയിലെ മറ്റു വാഹനങ്ങൾ ഏകദേശം 20ഓളം ഗ്രീസിങ് പോയിന്റ് വരുമ്പോൾ ഐഷറിൻ്റെ 16 വീലറിൽ വെറും 2 ഗ്രീസിങ് പോയിന്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് നമുക്ക് വളരെ കുറയ്ക്കാൻ പറ്റും. കൂടുതൽ കംഫർട്ടും വാഹനത്തിന് ഇത് കൊടുക്കുന്നതാണ്. ഇതിൽ കൊടുത്തിരിക്കുന്ന ഡീസൽ ടാങ്ക് 350 ലിറ്റർ ആണ്. അതിനോടൊപ്പം തന്നെ ഒരു 50 ലിറ്ററിൻ്റെ ആഡ്ബിൾ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ഇൻ്റഗ്രേറ്റഡ് ടൈപ്പായിട്ട് കൊടുത്തതുകൊണ്ട് കൂടുതൽ കംഫർട്ടായിട്ട് ഒതുങ്ങിയിരിക്കാൻ സഹായിക്കും. വൈറ്റ് ക്യാബിനിൽ വരുന്ന ഒരു 2.3 മീറ്റർ ക്യാബിനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനീഷ്യൽ ഇൻസ്പെക്ഷനൊക്കെ ഈ ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നോക്കാൻ പറ്റും. ഇതിൽ ഐഷറിൻ്റെ ലോഗോ വിത്ത് ഒരു പെഗാസസ് ലോഗോയും വന്നിട്ടുണ്ട്. പിന്നെ ഡ്രൈവേഴ്സിൻ്റെ കംഫർട്ടിനാണ് നമ്മളിത് AC കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 6-way അഡ്ജസ്റ്റബിൾ സീറ്റ്, മുന്നിലോട്ടും പിന്നിലോട്ടും ഡ്രൈവർക്ക് ചാരാനും എല്ലാം എളുപ്പത്തിൽ 6-way അഡ്ജസ്റ്റബിൾ സീറ്റാണ്. അതോടൊപ്പം തന്നെ സ്റ്റിയറിങ്ങും, ഇതിൽ കൊടുത്തിരിക്കുന്ന സ്റ്റിയറിങ്ങും അഡ്ജസ്റ്റബിൾ ആണ്. മുന്നിലേക്കോ പിന്നിലേക്കോ ടെലസ്കോപ്പിക് സ്റ്റൈലിൽ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഡ്രൈവേഴ്സിൻ്റെ സേഫ്റ്റിക്കും വെഹിക്കിളിൻ്റെ സേഫ്റ്റിക്കുമായിട്ട് എൻജിൻ ബ്രേക്കും എക്സോസ്റ്റ് ബ്രേക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വാഹനം ഇത് ഉപയോഗിക്കുന്ന ഇത് കൊണ്ടുപോകുന്ന ലോഡും ഇത് ഓടുന്ന ടെറൈനും അനുസരിച്ച് ഡ്രൈവർക്ക് തന്നെ ഇതിൻ്റെ പവർ സെറ്റ് ചെയ്യാൻ പറ്റും. 3 മോഡിൽ ഈ വാഹനം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പവർ, എക്കോ പ്ലസ്. ഒരു 100% അത് ഓവർലോഡിൽ ഓടുകയാണെങ്കിൽ പവർ മോഡിൽ ഓടാം. ഒരു അപ് ടു 50% അല്ലെങ്കിൽ 50% എബവ് ആണെങ്കിൽ നമുക്കിതിൽ എക്കോയിൽ ഓടാം. 50% താഴെയോ പെർമിറ്റ് ലോഡിലോ ഈ വാഹനം ഓടുകയാണെങ്കിൽ നമുക്ക് എക്കോ പ്ലസ്സിൽ ഓടാം. അത് വാഹനത്തിന് മൈലേജ് കിട്ടാനും പെർഫോമൻസിനും ബെറ്റർ ആയിരിക്കും. അത് ഇന്നത്തെ സാഹചര്യത്തിൽ ഹൈ എൻഡ് കാറുകളിൽ മാത്രം ഉപയോഗിക്കുന്ന ക്രൂസ് കൺട്രോൾ ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. നമുക്കൊരു 35-40 കിലോമീറ്റർ വാഹനം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ക്രൂസ് കൺട്രോൾ ഓൺ ചെയ്യാൻ പറ്റും. ആ കിലോമീറ്റർ തന്നെ വാഹനം അതിൻ്റെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യും. അതിനേക്കാൾ ഉപരി ഡ്രൈവർക്ക് കുറച്ച് നേരമെങ്കിലും ആക്സിഡൻറ്റിന് കാലെടുത്തുകൊണ്ട് വണ്ടി മൂവ് ചെയ്യിക്കാൻ പറ്റും. ഇടുന്ന ആ സ്പീഡിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് ഒരു ബെറ്റർ മൈലേജും വാഹനത്തിന് കിട്ടും. ഇതിൽ ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റിനൊപ്പം നമ്മളൊരു എക്സ്ട്രാ ബെഡും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രാത്രി കസ്റ്റമർക്ക് റെസ്റ്റ് ചെയ്യണമെങ്കിൽ അത്
അദ്ദേഹത്തിന് ഹെൽപ്പായിരിക്കും. ഇതിൻ്റെ ക്യാബിൻ മറയ്ക്കാനുള്ള സിസ്റ്റം ഒരു ഹൈഡ്രോളിക് സിസ്റ്റമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഡ്രൈവർക്ക് തന്നെ സ്വന്തമായിട്ട് ഹൈഡ്രോളിക് ലിവർ ഉപയോഗിച്ചിട്ട് ഇത് ക്യാബിൻ ടിൽറ്റ് ചെയ്യാനും ക്യാബിൻ പഴയ പൂർവ്വസ്ഥിതിക്ക് എത്തിക്കാനും പറ്റും. ഇന്നത്തെ ട്രക്കുകളൊക്കെ അത്യാവശ്യം ഹൈറ്റിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രൈവർക്ക് കയറാനും ഇറങ്ങാനും ഏറ്റവും അനുയോജ്യമായ രീതിയിലാണ് ഇതിൻ്റെ സ്റ്റെപ്പുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. വോൾവോ ഐഷറിൻ്റെ 6048 XP എന്ന് പറഞ്ഞ ഈ ട്രക്കിൻ്റെ GVW 47500 ഏകദേശം 35-36 ടൺ പേലോഡ് നമുക്കിത് ലോഡിംഗ് ആണെങ്കിൽ കിട്ടും. ഈ പെട്രോൾ ടാങ്കർ ആണെങ്കിൽ ഇതിന് ഏകദേശം 40 KL വരെ നമുക്ക് പെസോപ്പോലുണ്ട്. വോൾവോ ഐഷറിൽ നിന്ന് വരുന്ന 6048 XP എന്ന ഈ 16 വീലർ ട്രക്കിൻ്റെ വാറണ്ടി 4 വർഷം അൺലിമിറ്റഡ് കിലോമീറ്ററാണ്. നമുക്കത് 8 വർഷം വരെ കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചെറിയൊരു പേയ്മെൻ്റ് അടച്ച് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം 8 വർഷം വരെ. ഈ 8 വർഷം ഇതിന് നൽകുന്നത് അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടിയാണ്. എൻജിൻ, ഗിയർ ബോക്സ്, ഡിഫറൻഷ്യൽ, ഡ്രൈവ് ലൈൻ. ഇനിയും ഇതുപോലുള്ള ഞങ്ങളുടെ വീഡിയോകൾക്കായി TSൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വരും, കാണുക. പുതിയ ഓട്ടോമൊബൈൽ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരാം. താങ്ക്സ്.